ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ഫ്രൈ ആണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ചെറിയ ചെമ്മീനാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു 1-1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അതിലോട്ട് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിക്കണേ. നന്നായിട്ട് വേവിച്ച് പൊരിച്ചെടുക്കണം ഈ ചെമ്മീൻ. ഇപ്പോൾ വലിയ കളറൊന്നും ഇല്ലെങ്കിലും അതൊന്ന് പൊരിച്ച് മൊരിഞ്ഞ് വരുമ്പം നല്ല കളറൊക്കെ ആയി കിട്ടും. നല്ല കളറൊക്കെ ആയി കിട്ടി. നമ്മൾ ഇതൊന്ന് വെന്തതിന് ശേഷം ഇത് കോരിയെടുത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്, വലിയ ഉള്ളിയല്ല. എന്നിട്ട് ആ പാനിലോട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് നേരത്തെ നമ്മൾ ചെമ്മീനിലിട്ടതാണ് ഓൾറെഡി. ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇടണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ കുരുമുളക് പൊടിയും കൂടി കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലോട്ട് ഇടണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ആക്കണം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മേലെ ഒന്ന് വിതറിയിട്ട് ഇതൊന്നൊരു 10 മിനിറ്റ് അരച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.